ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്ന ഒരു അടിപൊളി പ്ലേസാണ്. അപ്പോൾ എവിടെയാണ് എന്താണെന്ന് നമ്മൾ ഉടനെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതായിരിക്കും. അതിനു മുമ്പ് നമ്മൾ പറയണത് നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്ന് പോകുന്ന ഒരു സ്ഥലമാണ്. ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. രാവിലെ തന്നെ ട്രെയിൻ കയറി ഞങ്ങളിതാ പോവുകയാണ് കേട്ടോ. രാവിലെ ഏർലി മോർണിംഗ് ഒരു 2:30 ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ തിരിച്ച് കാണും. തിരിച്ചതിന് ശേഷം ഒരു 4:30 ആയിരുന്നു ട്രെയിൻ. എന്നാലും 2:30 മഴ കാരണം നേരത്തെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ സ്ലീപ്പറാണ് ബുക്ക് ചെയ്ത് വന്നത്. രാവിലെ എണീച്ചപ്പോൾ കണ്ട സീനാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് ഇതിങ്ങനെ ഇടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വീഡിയോ എടുത്തത്. രാവിലെ എണീച്ച് ഏർലി മോർണിംഗ് ഇപ്പോൾ 6:30 ആണ്. അപ്പോൾ ഞങ്ങൾ ഇതാ യാത്ര ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോൾ നല്ല അടിപൊളി ലഞ്ചാണ് അവർ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നത്. വേറെ എങ്ങോട്ടും അല്ല, ഞങ്ങളുടെ ഒരു അനിയത്തിയുടെ വീട്ടിലോട്ടാണ് പോയത്. കൊട്ടാരക്കരയാണ്. അപ്പോൾ അവിടെ നിന്ന് നല്ല അടിപൊളി ലഞ്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഞങ്ങളുടെ വണ്ടിയൊക്കെ എടുത്ത് നേരെ ഇനി പോകുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എവിടെയാണ് പോണതെന്ന്. അപ്പോൾ വേറെ എങ്ങോട്ടുമില്ല, മീൻപിടി പാലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്കാണ് പോണത്. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ ആ ടൂറിസ്റ്റ് പ്ലേസിൽ എത്തിയിട്ടുണ്ട്. മീൻപിടി പാലം കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. പക്ഷേ കൊട്ടാരക്കര ഡിസ്ട്രിക്റ്റ് വരുന്ന കൊല്ലം. അപ്പോഴത്തേനും നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻട്രി പോയിൻ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. മുതിർന്നവർക്ക് 20, കുട്ടികൾക്ക് 10 രൂപ. അതുപോലെ തന്നെ ക്യാമറ അതിന് 50 രൂപ, വീഡിയോ 200 രൂപ. അതൊക്കെ ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത്. ഇതിലൊരു വലിയൊരു മീനിൻ്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഒരു സിംബോളിക്കായിട്ട് ഇതിനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീൻപിടി പാലം അതിൻ്റെ സിംബോളിക്കായിട്ട് ഇവിടെ ഒരു മീനിൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അത്യാവശ്യം ഇവിടെ നല്ല മഴയായതുകൊണ്ട് ഇവിടെ ഫോട്ടോഷൂട്ടിന് ഈ മീനിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല മഴയാണ്. ഇപ്പോൾ മഴ ഇങ്ങനെ തോർന്ന് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ വീഡിയോ മാത്രം ജസ്റ്റ് ദൂരത്തു നിന്ന് ഇങ്ങനെ എടുക്കാനേ അലോഡുള്ളൂ. അതിൻ്റെ അടുത്ത് പോകാനുള്ള അലോട്ട്മെൻറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അതിന് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ ഇതാണ് അതിൻ്റെ ഉൾഭാഗത്തിലുള്ള ചെറിയൊരു എൻട്രി പോയിൻ്റ് കേട്ടോ. അവിടെ കുറേ ഇങ്ങനെ മുന്നറിയിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തിനൊക്കെ പിഴയുണ്ട് എന്നൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ റീഡ് ചെയ്തിട്ട് നമുക്ക് ഉൾഭാഗത്തോട്ട് പോവാം. ഇതാണ് ആ ഉൾഭാഗത്തിൽ ഒരു പാർക്കും സെറ്റപ്പുമാണ് കേട്ടോ. കുഞ്ഞു കുട്ടികൾ അധികം വരുന്നത് കൊണ്ട് തന്നെ പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പ്ലേയിങ് ചെയ്യേണ്ട കുറേ സംഭവം അവിടെ ഉണ്ട്. രണ്ട് വശത്തും നല്ലതുപോലെ ഇങ്ങനെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ 2 മാനയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അവർ സ്റ്റാച്ചു ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറ സൈഡ് മനോഹരമായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല ഒരു സ്മോൾ ബ്രിഡ്ജൊക്കെ വെച്ചിട്ട് നല്ലൊരു സെറ്റപ്പാണ് കേട്ടോ. എസ്പെഷ്യലി ഈ ഫോട്ടോഷൂട്ടൊക്കെ വരുന്നവർക്ക് ഈ ഒരു പ്ലേസ് അടിപൊളിയാണ്. മഴ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടമുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ലതുപോലെ വെള്ളച്ചാട്ടം. അകത്ത് നമ്മൾ പോവുകയാണെങ്കിൽ മനോഹരമായ പൂന്തോട്ടവും അതുപോലെ തന്നെ സ്റ്റോളിങ്, നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സിറ്റിംഗ് സ്ഥലമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനുള്ള, ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഫീസ് ഉണ്ട്. അത് നമ്മൾ പേ ചെയ്തിട്ട് വേണം ഇതിനകത്ത് എൻട്രി ആവാനായിട്ട്. അതുപോലെ തന്നെ തറയിലിരിക്കുന്ന ആ ഒരു ഇങ്ങനെ നടപാതയും കൂടെ മനോഹരമായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ രാത്രി വരാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇപ്പുറത്തെ സൈഡ് ഇച്ചിരി കൂടെ വളർന്ന പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കിംഗ് സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതുവഴിയെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇടയ്ക്ക് ഇതിൽ ഇറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അലോട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി വെള്ളം അധികം ആയതുകൊണ്ടായിരിക്കാം നമുക്കിപ്പോൾ ഇറങ്ങാൻ ഇവിടെ അലോട്ട്മെൻ്റ് ഇല്ല. ജസ്റ്റ് നമുക്കിങ്ങനെ കണ്ടുപോകാവുന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ തീരത്തിൽ നട്ടിരിക്കുന്ന ചെടികളാണ്. നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ചെറിയൊരു കാട് പോലെയൊക്കെ ഉണ്ട്. അതറിയില്ല എന്താണെന്ന്, പക്ഷേ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പുറത്തെ സൈഡ് കാട്, ചെറിയൊരു തോട്, ഇപ്പുറത്തെ സൈഡ് മനോഹരമായിട്ട് ചെടികളെല്ലാം വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. നമ്മുടെ ഈ ബ്രിഡ്ജിൻ്റെ മുകളിലോട്ട് കയറാൻ പോവുകയാണ്. നേരത്തെ കാണിച്ചിരുന്ന ആ ബ്രിഡ്ജിൻ്റെ മുകളിലോട്ട് കയറാൻ പോവുകയാണ്. നല്ല സേഫ്റ്റി ആയിട്ടുള്ള ബ്രിഡ്ജ് തന്നെയാണ്.
അപ്പോൾ നമ്മുടെ കുഞ്ഞുകുട്ടികൾ വരുമ്പോൾ സൂക്ഷിച്ച് വേണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തലയെത്തി നോക്കാണ്ടൊക്കെ ശ്രദ്ധിക്കണം, കാരണം വെള്ളം താഴെ കൂടെ ഒത്തിരി പോകുന്നുണ്ട്. അപ്പോൾ കാണാൻ ഇതിന് നടുക്ക് നിന്നിട്ട് കാണാൻ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ആ ഫിഷിൻ്റെ അതും ബാക്ക് സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ നമ്മുടെ നേരത്തെ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ബ്രിഡ്ജ് കയറിയാണ് നമ്മളിപ്പോൾ വരണത് കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു മഴ സമയത്തെക്കാളും വെയിൽ സമയം വരുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഭംഗിയായിരിക്കും പ്രകൃതിനെ കാണാൻ. ഇപ്പോൾ വെള്ളമൊക്കെ നല്ല കലങ്ങളായിട്ടാണ് വരുന്നത്, നല്ല കലങ്ങൾ വെള്ളം പോലെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ വെയിൽ സമയത്ത് നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ വന്നിട്ട് ആ ഒരു ഭംഗി നമുക്ക് ഇത്തിരി കൂടെ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇപ്പോഴും നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. മഴയുടെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റാത്ത ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെന്നേ ഉള്ളൂ. കണ്ടോ, നടുക്ക് ആ മീനൊക്കെ നിന്നിട്ട് നല്ലൊരു ഭംഗിയാണ്. രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ വെള്ളം വരുന്നതും ചുറ്റും ഇങ്ങനെ ഗാർഡൻ്റെ സിസ്റ്റവും അതുപോലെ തന്നെ നമ്മുടെ കളിക്കേണ്ട സെറ്റപ്പും ഇരിക്കേണ്ട സ്റ്റോണും എല്ലാം ഒരു നല്ലൊരു എന്ത് പറയുക, നല്ലൊരു വൈബാണ് കാണാൻ. ഇപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ്, നമ്മൾ അതുവഴിയെ ചുറ്റിയാണ് വന്നത് കേട്ടോ. മീനിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇത്. നമുക്ക് നടുക്ക് നിന്ന് നോക്കാം, ഓവർ വ്യൂ ഇങ്ങനെ ഏകദേശമുള്ള അളവിലുള്ളത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിലൊരു തീമായിട്ടാണ് വച്ചിട്ടുള്ളത്, കാരണം മീനിൻ്റെ വായിൽ ഒരു ചൂണ്ട അത് അവർ കണക്ട് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു തീം മീൻപിടി പാലം എന്നാണല്ലോ, എനിക്ക് തോന്നുന്നത് ആ ഒരു തീം ബേസ്ഡ് ആക്കിയായിരിക്കും മീനിൻ്റെ വായിലൊരു ചൂണ്ടയൊക്കെ വെച്ചിട്ട് ആ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാഴ്ച കണ്ടെന്ന് വെച്ചാൽ ഒത്തിരി പൂമ്പാറ്റകളുണ്ട്. നല്ല രസമാണ് കേട്ടോ പൂമ്പാറ്റകൾ കാണാനായിട്ട്. നല്ല വെറൈറ്റി പൂമ്പാറ്റകൾ, ചെടിയുടെ ഇടയിൽ പാറിപ്പറന്ന് നടക്കുന്ന വെറൈറ്റി പൂമ്പാറ്റകൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പിടിക്കാൻ പോകുമ്പോഴത്തേനും അത് പറന്ന് പോയിട്ടുണ്ടായിരുന്നു. ഏറ്റവും അടുത്ത് ഇങ്ങനെ അടുത്തൊക്കെ വന്ന് നിന്ന് പോയിട്ടുള്ള മനോഹരമായ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പൂമ്പാറ്റകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ഇത് ചെടിയുടെ ഇടയിൽ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണ്. നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേട്ടോ. നല്ല വ്യൂ ആണ് അവിടെ. അപ്പോൾ മീൻപിടി പാലത്തിൽ ഇത്രയും നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മളിന്ന് റിട്ടേൺ പോകുന്നത് കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.